ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നുണ്ട്, കുറച്ച് മാസങ്ങളായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മാസം അവസാനം അന്വേഷണം പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 80 കേസുകളിൽ 60ഓളം കേസുകളുടെ കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നീക്കം. സഹിൻ ആന്റണിയോട് നമുക്കിപ്പം. സഹിൻ, അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അവർ 80ഓളം കേസുകളായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്തത്. 40ഓളം കേസുകൾ ഹേമ കമ്മിറ്റി അന്വേഷണ സംഘം വരുന്നതിന് മുൻപ് 40 കേസുകൾ വന്നതിന് ശേഷമായിരുന്നു. എന്തായാലും ആ കേസുകളിൽ 60ഓളം കേസുകളിലെ കുറ്റപത്രം ഈ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കോടതികളിലായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്ന കേസുകളിലെ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കുന്നു. മാത്രമല്ല, ഈ മാസം അവസാനത്തോടെ ഈ കേസന്വേഷണം പൂർത്തിയാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇത് വിചാരണ വൈകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എത്രയും വേഗത്തിൽ കേസന്വേഷണം പൂർത്തിയാക്കുന്നത്. കൂടാതെ നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ നടന്മാരായ ജയസൂര്യയും മുകേഷും ഇടവേള ബാബുവും എല്ലാം പ്രതിയായിട്ടുള്ള, സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത്, അന്വേഷിച്ചിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘമാണ്. അവർ 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു. അജിത ബീഗം സുൽത്താന നേതൃത്വം കൊടുക്കുന്നതിൽ മെറിൻ ജോസഫ് IPS ഒപ്പം തന്നെ ജി പൂങ്കുഴലിയും എല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിച്ചതിലായിരുന്നു ഒരു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും വനിതാ IPS ഓഫീസർമാർ നിയന്ത്രിച്ചിരുന്ന ഈ സംഘം അവരുടെ അന്വേഷണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുകയാണ്. വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മാസം അവസാനം കുറ്റപത്രം അന്വേഷണം പൂർത്തിയാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സഹിൻ ആന്റണി നൽകിയത്.